ഈ എമൗണ്ട് ഒരു ഹെഡിലും കൊള്ളിക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ SB അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണ്ട, മൂപ്പന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ കിടന്നോട്ടെ. അയ്യോ കുഞ്ഞെ, അതിങ്ങനെ കേറി കേറി വരിക. കേറട്ടെന്നേ. ഇത് എന്നാ ഇടപാടാ? വല്ലപ്പോഴല്ലേ നമ്മളൊക്കെ ഒന്ന് ഒന്നിച്ചു കൂടണേ. അളിയൊന്ന് മുകളിലേക്ക് വന്നേ. അല്ലേ ഞാൻ ഈ കണക്കൊക്കെ ഒന്നേ. എന്നാ കണക്ക്? നാളെ മൂപ്പൻ എഴുതിക്കോളൂ. മൂപ്പ വന്ന് എഴുത്. അളിയൻ വന്നേ. അമ്മച്ചി വിളിക്കുന്നു. വാങ്ങണേ. എന്നതാ അമ്മച്ചി ഇത്ര അത്യാവശ്യമായിട്ട്? ദേവിയേ, ഞാൻ നിരപരാധിയാണേ. അല്ല, ഇങ്ങനൊരവസരത്തിലല്ലേ നിന്നെ കൈ കിട്ടത്തുള്ളൂ. ഇനി നീ ഒരു മുങ്ങിയ എപ്പോഴാ പൊങ്ങുന്നെന്ന് അറിയാനൊക്കത്തില്ലല്ലോ. ഇപ്പൊ എന്നതാ പ്രശ്നം? അല്ല, എന്നതാ നിന്റെ ഭാവം? കല്യാണം കഴിപ്പിച്ച് അയച്ച പെങ്ങള്, പെങ്ങടെ കുടുംബം, കല്യാണം കഴിക്കാൻ പോകുന്ന കുഞ്ഞിപ്പെങ്ങള്, അമ്മ, സുഖമായിട്ട് കഴിഞ്ഞുകൂടാവുന്ന കുടുംബാന്തരീക്ഷം. നല്ല ഭാവം തന്നെ എന്റെ മുഖത്ത്. പോടാ അവിടുന്ന്, തമാശ പറയാതെ. ദേവി, ഞാൻ അങ്ങോട്ട് പറയാം. നിനക്കിപ്പം വയസ്സെത്രയായി? അത് എനിക്ക് നല്ല ഓർമ്മയില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് 5 വയസ്സാ നീ ജനിക്കുമ്പോ. ഇപ്പൊ എത്രയെന്ന് അറിയണോ? അയ്യോ വേണ്ട, എന്തിനാ വെറുതെ ആവശ്യമില്ല ടെൻഷൻ കെട്ടുന്നത്? കൊച്ചു പയ്യനാന്ന് എന്റെ ധാരണ. എന്നാ അങ്ങനെയല്ല, കല്യാണപ്രായം കഴിഞ്ഞു. അല്ല അതിപ്പോ ഉരുണ്ട് കളിക്കല്ലേ. ഓരോന്നിനും ഓരോ കാലവും സമയമൊക്കെ ഉണ്ടോളിയാ. അല്ലമ്മ, ചീത എവിടത്തെ നാട്ടു നടപ്പാ. കെട്ടിക്കാറായ ഒരു പെണ്ണ് പെര നിറഞ്ഞു നിൽക്കുന്നു. സാധാരണ അമ്മമാർക്ക് അതാണല്ലോ ഒരു ടെൻഷൻ. അത് പറയാതെ ഇത് പറഞ്ഞത്. കുഞ്ഞോളെ, ഈ കാര്യത്തിൽ നീ വേണം സഹായിക്കാൻ. നിന്റെ കല്യാണക്കാരി അവര് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവളെപ്പോഴും റെഡിയാ. ഒത്താ രണ്ടിന്റെയും കൂടെ ഒരു പന്തൽ വെച്ചങ്ങ് നടത്താം, അല്ലേ അമ്മച്ചി? അതെ. ഇപ്പൊ അവളുടെ കാര്യം അതാദ്യം നടക്കട്ടെ. ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന്. നിന്റെ ബിരിയാണോടെ ചെയ്ത് ദേവിച്ചായ, ഞാൻ ഇന്നസെന്റ് ആണ് കേട്ടോ. വാ വാ, കല്യാണപ്രായമായ പെമ്പിള്ളേർ ഇന്നസെന്റ് ആണല്ലോ. എങ്ങനെയുള്ള ചെറുക്കനെയാ നിനക്ക് വേണ്ടത്? ഇതിനേക്കാളൊക്കെ നല്ല ആളെ കിട്ടും അവൾക്ക്. എനിക്കും കിട്ടുമായിരുന്നു. ഏത് റേഞ്ച് വേണേലും ആയിക്കോ. ഇനി ആകെ ഒരു പെങ്ങളെ ഉള്ളൂ. കിട്ടാവുന്നതിൽ ഉന്നതനെ തന്നെ നോക്കിയോ. നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എടാ, അവൾ എന്റെ മോളാ. ഇപ്പോഴത്തെ കാലമല്ലേ അമ്മച്ചി, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പെമ്പിള്ളേരുടെ മനസ്സല്ലേ. വല്ല ലൈൻ ഉണ്ടോടി? ഇനി അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഈ വീട്ടിൽ നടക്കുക. ഓ എടി, അമ്മച്ചി എങ്ങനെയൊക്കെ പറയും. അച്ചായ നിന്റെ കൂടെയാ. വല്ല ഐഡിയ ഉണ്ടേ പറ, ഞാൻ നടത്തരാം. വാക്കാണല്ലോ. ഓ വാക്ക്. ആരെങ്കിലും ഉണ്ടോ? യെസ് ഓർ നോ? അല്ലേ? അതെ അതെ അതെ. യെസ്. കളിതമാശ പറഞ്ഞ കാര്യായോ? ഏതവനടി അവൻ? എടി ഏതവനാണെന്നാ ചോദിച്ചേ? ഞാൻ ചോദിക്കാം, ആരാ മോളേത്? ബേബിച്ചായൻ അറിയും. തമ്പി. ദൈവം കാത്തു. അമ്മച്ചിക്ക് മനസ്സിലായില്ലേ ആ പയ്യനെ? IPS കാരൻ. അന്നിവിടെ വന്നിരുന്ന പയ്യൻ. അതെ, ഇതുപോലെ സർവീസിലിരുന്ന് മൂത്ത് നരച്ച് IAS കിട്ടിയതല്ല, സ്ട്രേറ്റ് ആയി എഴുതി മേടിച്ചതാ. അല്ല, ദേവി എന്താ ഒന്നും പറയാത്തത്? അത് ശരിയാവില്ല അമ്മച്ചി, എനിക്കിഷ്ടല്ല. നിനക്കിത് എന്നാ പറ്റിയടാ ചെറുക്ക? അവൻ എന്നാ ഒരു കുഴപ്പം? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനി എന്നാ ആലോചിക്കാനാ? എല്ലാം അങ്ങ് തീരുമാനിച്ചാ പോരായോ? അല്ല, ആ ചെറുക്കൻ ഇതേ കുറിച്ച് വല്ല അറിയാമോ, അതോ നിന്റെ ആശ മാത്രമാണോ? അവരെല്ലാം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലാതായിപ്പോയോ? ഓ, ഞാൻ അന്നേ പറഞ്ഞില്ലേ കുഞ്ഞെ, അവൻ വാമനനാ വാമനൻ. മൂന്നാമത്തെ കാല് വരയ്ക്കകത്ത് കുഞ്ഞിന്റെ തലയിലാ വെച്ചിരിക്കുന്നത്.